പിന്നെ രണ്ടാമത്തെ കാര്യം മെറ്റ എന്ന് പറയണം ഭയങ്കര സംഭവമാണ്. ഞാനൊരു ഭയങ്കര സംഭവം എന്ന് എനിക്ക് തോന്നുന്നത് വാർത്തയൊക്കെ വായിച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കുന്ന സാധനങ്ങളൊക്കെ മെറ്റ റിലീസ് ഉടനെ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ആകെ മെറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് വന്ന ഉടനെ തന്നെ CMO കേരളം എന്ന ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ലഭ്യമാക്കി തന്നെ നേരത്തെ ഉണ്ടായിരുന്നത് ലഭ്യമാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്റെ ഓഫീസിൽ നിന്ന്. 2 മാസമായിട്ട് ഇത് ശരിയാക്കി തന്നെ ഇതുവരെ. ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ സാധനം മുഴുവൻ മെറ്റ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞത്. നിങ്ങളൊക്കെ അതിങ്ങനെ വാർത്ത കൊടുക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ റിലീസ് എന്റെ ബോർഡിന്റെ 3 ഇത് ഒരുപാടെണ്ണം ബോർഡിന്, അതായത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ ഓൺലൈൻ ആളുകൾ വെച്ച കാര്യം. ഒന്ന് ഞാൻ ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടായ വിഷയങ്ങളിൽ ഇടപെട്ടതിനെ അഭിനന്ദിച്ചുകൊണ്ട് തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് കൊല്ലം രൂപതയുടെ 700ാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം പല നിങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലും വെച്ചു. അത് റിമൂവ് ചെയ്തു. അത് എന്നെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. എന്റെ ഇടപെടലുകളും എന്റെ വിശ്വാസം കൊണ്ട് വളരെ ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗം ഓൺലൈൻ ചാനലുകളിൽ കൊടുത്തത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഞാന് ഷിബു ബേബി ജോണും ഞാനും തമ്മിൽ ഒരുമിച്ച് ഗൗതം കൃഷ്ണയുടെ വീട്ടില് പോയത് അത് ചില ചാനൽ കൊടുത്തത് അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് KCBC മുഖ്യമന്ത്രിക്ക് ഒരു പരോക്ഷ പിന്തുണയുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആരും രാഷ്ട്രീയം പറയരുത് എന്ന് പറഞ്ഞ് വെച്ച എന്റെ കൂടി ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ഈ സോഷ്യൽ മീഡിയയിലെ ദൃശ്യമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയുടെ എല്ലാ റിലീസും ഇപ്പോ തെലങ്കാന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തിട്ടുണ്ട്, ആസാം മുഖ്യമന്ത്രി ഞങ്ങളുടെ ഹിമാചൽ മുഖ്യമന്ത്രിയുടെ ചെയ്തിട്ടുണ്ട്. അത് എന്താണ് മെറ്റ ചെയ്യുന്നതെന്ന് അറിയില്ല. ചാനലുകളുടെ പേരിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എനിക്കത് തിരിച്ച് വരുന്നതിൽ സന്തോഷമുള്ളൂ. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നാളെ എന്റെയും പോകില്ലേ. അല്ലാതെ ഞാനോ എന്റെ ഓഫീസോ പറഞ്ഞിട്ട് മെറ്റ നിങ്ങളൊക്കെ കൊടുക്കുന്ന ഓൺലൈൻ ചാനൽ കൊടുക്കുന്ന സാധനം റിമൂവ് ചെയ്യോ? ആ സ്വാധീനം എനിക്ക് മെറ്റയിലുണ്ടോ? ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യോ? മെറ്റ ചെയ്യോ?